ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തിങ്സ്പെയർ. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഞാൻ വന്നിട്ടില്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അക്കാഡമിക്കലായിട്ട് കുറച്ച് ബിസി ആയതാണ്. സ്വാതന്ത്ര്യം കഴിഞ്ഞു. സോ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെ, മലപ്പുറം കോഴിക്കോട് കമ്പാരിസൺ ആണ്. അപ്പോൾ ഞങ്ങൾ മലപ്പുറം കോഴിക്കോട് സെലക്ട് ചെയ്യാൻ കാരണം കേരളത്തിലെ 14 ജില്ലകളിൽ നമുക്ക് എല്ലാ ജില്ലയും ഒരുമിച്ച് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 ജില്ല നമ്മൾ എടുത്തത്, കോഴിക്കോടും മലപ്പുറം. അതെ, അപ്പം ലോട്ട് എടുക്കാം. ആദ്യം നമുക്ക് ലോട്ട് എടുക്കാണ്. നമ്മൾ ഏത് ജില്ല ആര് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലോട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എടുത്തോളാം. കോഴിക്കോട് അടിപൊളി. എനിക്ക് മലപ്പുറം കുഴപ്പമില്ല. ഞാൻ ജനിച്ച സ്ഥലമാണ്, ഞാൻ സന്തുഷ്ടവാനാണ്. സോ മലപ്പുറം കോഴിക്കോടിന്റെ കമ്പാരിസണിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏരിയ ആണ്. നമ്മൾ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഏരിയ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മലപ്പുറം ജില്ലയുടെ ഏകദേശം 3550 സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. കോഴിക്കോട് ജില്ലയുടെ ഏരിയ എന്ന് പറഞ്ഞത് 2344 സ്ക്വയർ കിലോമീറ്റർ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പോപ്പുലേഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. അത് ഏകദേശം കേരളത്തിലെ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മലപ്പുറത്തിൽ ഏകദേശം 41,10,000 ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. അതിൽ തന്നെ 21,49,000 സ്ത്രീകളും ബാക്കി വരുന്ന 19,60,000 പുരുഷന്മാരുമാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലനെ വെച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ല പോപ്പുലേഷന്റെ കാര്യത്തിൽ കുറവാണ്. 30,89,000 പേരെ കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്നുള്ളൂ. അതിൽ 14 ലക്ഷത്തോളം പുരുഷന്മാരും 16 ലക്ഷത്തോളം സ്ത്രീകളാണ് ഉള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ത്രീ പുരുഷ അനുപാതം. സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട്. മലപ്പുറത്തിൻ്റെത് 1096 ആണ്. അതായത് 1000 പുരുഷന്മാർക്ക് 1096 സ്ത്രീകൾ മലപ്പുറം ജില്ലയിലുണ്ട്. കോഴിക്കോടിൻ്റെത് 1097. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജനസാന്ദ്രത. സാന്ദ്രത എന്ന് പറഞ്ഞാല് ഡെൻസിറ്റി. ഓക്കെ, എന്താ പറഞ്ഞെടുക്ക്. അതായത് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ എത്രത്തോളം ജനങ്ങൾ, അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിന്റെ ഉള്ളിൽ എത്രത്തോളം ജനങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ജനസാന്ദ്രത. അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും. സോ മലപ്പുറം ജില്ലയുടെ ജനസാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1158 പെർ സ്ക്വയർ കിലോമീറ്റർ. കോഴിക്കോടിൻ്റെത് 1318 പെർ സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ, അതായത് സാക്ഷരത. സാക്ഷരതയുടെ കാര്യം എടുക്കുമ്പോൾ മലപ്പുറം ജില്ല കോഴിക്കോടിനെ വെച്ചിട്ട് കുറച്ച് കുറവാണ്. ഏകദേശം 2% കുറവാണ്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് 93.5% മലപ്പുറം ജില്ലയിലെ സാക്ഷരത. കോഴിക്കോടിൻ്റെത് 95.24%. അടുത്തതായിട്ട് മെഡിക്കൽ ഫീൽഡാണ്. കോഴിക്കോട് പറഞ്ഞു, കാരണം ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. മെഡിക്കൽ കോളേജ് കോഴിക്കോടാണല്ലോ. ഓക്കെ, അപ്പം പക്ഷേ മലപ്പുറം ജില്ലക്ക് മെഡിക്കൽ കോളേജ് ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് വന്നതാണ്. അതിനു മുന്നേ അത് ജില്ലാ ആശുപത്രി ആയിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജായിട്ട് ഇപ്പോൾ കുറച്ചു കാലമായിട്ടുള്ളൂ അത് വന്നത്. സോ പക്ഷേ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിനേക്കാൾ ഉപരി മലപ്പുറം ജില്ലയുടെ ഒരു മേജർ മെഡിക്കൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്കൽ ആയുർവേദശാലയാണ്. അത് വേൾഡ് ഫേമസ് ആണ്, അതെല്ലാവർക്കും അറിയാം. അപ്പം അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. സോ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു പുലിയാണ്, മേജർ അട്രാക്ഷൻസ് ആണ്. സോ ഫസ്റ്റ് കോഴിക്കോട് ജില്ലയുടെ മേജർ അട്രാക്ഷൻസ് നോക്കിയാൽ നമുക്ക് നോക്കാം. കോഴിക്കോട് ജില്ലക്ക് കുറെ മേജർ അട്രാക്ഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ടത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ SM സ്ട്രീറ്റ്, അതുപോലെ മാനാഞ്ചിറ സ്ക്വയർ, ബേപ്പൂർ പോർട്ട്, പിന്നെ തുഷാരഗിരി വാട്ടർഫാൾസ്, അതുപോലെ താമരശ്ശേരി ചുരം. ഇതൊക്കെ എന്താ പറയാ കോഴിക്കോടിന്റെ സ്വന്തം. ഇനിയും ഉണ്ട് കുറെ. ലൈറ്റ് ഹൗസ്, അതുപോലെ കടലുണ്ടി പക്ഷി സങ്കേതം, പിന്നെ ഈസ്റ്റ് ഹിൽ പഴശ്ശിരാജ മ്യൂസിയം, കക്കയം ഡാം. ഇതൊക്കെ എന്താ പറയാ കോഴിക്കോടിന്റെ സ്വന്തമാണ്. മലപ്പുറം ജില്ലക്കും അതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അതിൽ മേജറായിട്ട് മൊത്തം ഹിൽ ടോപ്പുകളാണ്. കാരണം ആ പേര് മലപ്പുറം ജില്ലയുടെ ആ പേര് തന്നെ നമുക്ക് അതൊരു മല. ഓക്കെ, അപ്പോൾ അതിൽ പെട്ട ഒരുപാട് സ്പോട്ടുകളുണ്ട്. ആറ്റമ്പറ വാട്ടർഫാൾസ്, കോട്ടക്കുന്ന്,
പിന്നെ തുഞ്ചൻപറമ്പ്, നിലമ്പൂർ കനോലി പ്ലോട്ട്, തേക്ക് മ്യൂസിയം. ഈ കനോലി പ്ലോട്ടിൻ്റെയും തേക്ക് മ്യൂസിയത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഫസ്റ്റായിട്ട് മാൻമെയ്ഡ് തേക്ക് തോട്ടം, അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള തേക്കും തോട്ടം, അത് നിലമ്പൂർ കനോലി പ്ലോട്ടാണ്. സോ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നിലമ്പൂർ തേക്ക് മ്യൂസിയം എന്ന് പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ പറ്റുന്നവരൊക്കെ പോയി നോക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം അതിൻ്റെ അടുത്തൂടെ നമ്മൾ ചാലിയാർ പോയിരുന്നു. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ഫീലാണ് അവിടെ. സോ നിങ്ങളെല്ലാവരും പറ്റുന്നവർ പോവാം. പിന്നെ മലപ്പുറത്തിന് ഇനിയുണ്ട് ഒരുപാട്. തിരുവോണമല, മിനിയൂട്ടി, പിന്നെ മിനിയൂട്ടി ടൂറിസ്റ്റ് സ്പോട്ടാണ്. പിന്നെ ചെരുപ്പടിമല, ഇതൊക്കെ മലപ്പുറത്തിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. സോ അട്രാക്ഷൻസ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുന്നിൽ ഫസ്റ്റ് ആയിട്ട് വരും ഫുട്ബോളിൻ്റെ കാര്യമാണ്. സോ മലപ്പുറം ജില്ല ഇന്ത്യൻ ടീമിന് 2 സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ആഷിഖ് കുരുണിയൻ, 2 അനസലത്തുറിക. അനസലത്തുറിക നമ്മുടെ മുൻ ഇന്ത്യൻ ഡിഫൻഡർ ആയിരുന്നു. ആഷിഖ് കുരുണിയൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് പഴയകാല ഫുട്ബോൾ പ്ലെയർ, പേര് ടി അബ്ദുൾ റഹ്മാൻ. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ കോഴിക്കോട് എന്താ പറയാ, ഒരുപാട് പലഹാരങ്ങളൊക്കെ കോഴിക്കോട് ഫേമസ് ആണ്. ലൈക്ക് കോഴിക്കോടൻ ഹൽവ, വേറെയും കുറെ ഉണ്ട്, മുട്ടമാല, ചട്ടിപതി, കുറെ ഫുഡ് ഐറ്റംസ്. അങ്ങനെ കോഴിക്കോട് പറഞ്ഞ മാതിരി എന്തായാലും കോഴിക്കോട് മലപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരിസൺ നടത്തിയപ്പോ രണ്ടും ഒരുപോലെ ഈക്വൽ ആയിട്ടുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും കോഴിക്കോട് മലപ്പുറം അങ്ങനെ കമ്പാരിസൺ നമ്മൾ നടത്തി കഴിഞ്ഞാലും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ജില്ലാ അതിർത്തി ഉള്ളതിന് ഉപരി അവിടെ ഒരിക്കലും ഒരു മറ്റൊരു അന്യ ജില്ലക്കാരെന്നുള്ളൊരു സംഭവം കോഴിക്കോടുകാർക്കുമില്ല, മലപ്പുറംകാർക്കുമില്ല. കാരണം ആ ഒരു ബന്ധം അത് ബാക്കിയുള്ള ജില്ലകൾ തമ്മിലുള്ള പോലെയല്ല. കോഴിക്കോട് മലപ്പുറം അത് അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിലും രണ്ടും ഒരുപോലെ ഘടകമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാൻ മറന്നതാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് എയർപോർട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അത് കോഴിക്കോടിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ അത് മലപ്പുറത്തിനോട് ചെയ്യുന്ന ഏറ്റവും ഒരു ചതിയാണ്. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള 2 സ്ഥലങ്ങള് വേറെ, കാരണം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്ത് എക്സാക്ട് മലപ്പുറം ജില്ലയിലാണ് ഈ 2 സംഭവങ്ങളും. സോ അങ്ങനെ സ്ഥിതി ചെയ്തിട്ട് പോലും അത് കോഴിക്കോടിന്റെ പേരിൽ അറിയപ്പെടുമ്പോൾ മലപ്പുറംകാർക്ക് തന്നെ ഉണ്ട്. സോ എന്തായാലും മലപ്പുറം കോഴിക്കോട് അതെന്നും ഒരുപോലെ തന്നെയാണ്. സാഹോദര്യ ജില്ല, സാഹോദര്യമായിട്ടുള്ള ഒരു ജില്ലകളാണ് ഇത് രണ്ടും. സോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്കെ.